ജീവിതത്തിൽ ഇതുവരെ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് മോഹൻലാലുമായുള്ള അഭിമുഖത്തിൽ പറഞ്ഞ മുഖ്യമന്ത്രി പിണറായി വിജയൻ സമസ്ത അപരാധം ഏറ്റുപറഞ്ഞ് പരസ്യമായി മമ്മൂട്ടിയോട് മാപ്പ് പറഞ്ഞിരിക്കുന്നു. പിണറായി വിജയൻ നിർദ്ദേശിച്ചിട്ടാണ് CPMന്റെ ചാനലായ കൈരളി TV ചെയർമാൻ കൂടിയായ മമ്മൂട്ടി വയനാട്ടിൽ പോയതെന്ന് ഭാഗികമായിട്ടെങ്കിലും അരിയാഹാരം കഴിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ്. തിരക്കഥയിൽ തെറ്റുപറ്റിയതാണ് മമ്മൂട്ടിയെ ചൊടിപ്പിച്ചത്. കേരള ഹൈക്കോടതിയെ ഞെട്ടിത്തെരിപ്പിച്ച ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ചൂടുപിടിച്ച കാലത്ത് നാം കണ്ടതാണ് ഭരണകക്ഷിയിലെ ശക്തി കേന്ദ്രങ്ങളും അതേപോലെ സിനിമയിലെ ശക്തി കേന്ദ്രങ്ങളും തമ്മിലുള്ള ബന്ധം. അതിലെന്ത് സംഭവിച്ചു എന്നും നമുക്കെല്ലാം അറിയാം. എന്നാൽ ഇപ്പോൾ നാം കാണുന്നത് ഭരണപക്ഷവും സിനിമയും മാധ്യമങ്ങളും എല്ലാം ഒന്നിച്ച് കൈകോർക്കുന്ന ഒരു ചിത്രമാണ്. ദൗർഭാഗ്യം എന്ന് പറയട്ടെ, കേരളത്തിലെ 1-ാം നമ്പർ ചാനലും അതോടൊപ്പം തന്നെ നിലവിലുള്ളതിൽ മികച്ചതുമായ ഒരു ചാനലാണ് ഏഷ്യാനെറ്റ്. ആ ഏഷ്യാനെറ്റ് വളരെയധികം പരിശ്രമിച്ചു. മമ്മൂട്ടി വയനാട്ടിൽ അവിടുത്തെ CPM ജില്ലാ സെക്രട്ടറി റഫീഖിനോട് സംസാരിച്ചത് അത്യധികം പക്വതയാർന്ന രീതിയിലാണെന്ന് സ്ഥാപിച്ചെടുക്കാൻ. ഏഷ്യാനെറ്റിലുള്ളവർ മുഴുവൻ ഈ ഗോതമ്പ് കഴിക്കുന്നുണ്ടാണോ എന്നറിയില്ല. മമ്മൂട്ടി വയനാട്ടിലെത്തിയത് നിഷ്കളങ്കതയോടെ ആ നന്മയുടെ പ്രവൃത്തി നേരിട്ട് കാണാനാണെന്നാണ് ഏഷ്യാനെറ്റ് പറയുന്നത്. ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ നേതാവായാലും ജനങ്ങളുടെ ജീവിതവുമായി നേരിട്ടിടപെട്ട് പല പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് ജനസ്വീകാര്യത നേടിയാണ് എത്ര തന്നെ സ്ഥാപിത താല്പര്യമുണ്ടെങ്കിലും ഒരു ജില്ലാ നേതൃസ്ഥാനത്തേക്ക് എത്തുക. ജനായത്ത സംവിധാനത്തിന്റെ ജീവനാഡിയാണ് ഈ പ്രക്രിയ. റഫീഖിനോട് ഒരു പൗരനോട് കാണിക്കേണ്ട മര്യാദ പോലും ഇല്ലാതെ മമ്മൂട്ടി അഭിധം സംസാരിച്ചപ്പോൾ മുറിവേറ്റത് റഫീഖിനൊപ്പം ജനായത്ത സംവിധാനത്തിനു കൂടിയാണ്. വെറും ഒരു പൗരനാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും സൂപ്പർ സ്റ്റാർ ആണെങ്കിലും മാധ്യമമാണെങ്കിലും ഏറ്റവും പ്രാമുഖ്യം നൽകേണ്ടത് ജനായത്ത മര്യാദകൾക്കാണ്. അത് വിസ്മരിക്കപ്പെടുന്ന മുഹൂർത്തങ്ങളിലൂടെയാണ് ഭരണഘടനയ്ക്ക് തളർവാദം പിടിപെടുന്നത്. അനുദിനം നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നീതി എല്ലാവരുടെയും കാര്യത്തിൽ ഒരേപോലെ നടക്കുന്നില്ല എന്നുള്ളതാണ്. അതൊരു പക്ഷേ ഈ തളർവാദം കൊണ്ട് തന്നെയായിരിക്കാം.